വിശക്കുന്നു. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ എന്നെ ആരെങ്കിലും ഫസ്റ്റ് ടൈമാണ് എന്നെയും എൻ്റെ ചാനലും കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കട്ടെ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ കുറച്ച് നേരം ഒന്ന് സംസാരിക്കട്ടോ. സംസാരിക്കുക എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു കാര്യം കണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറച്ച് പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേച്ചിയുടെ കണ്ണിന് എന്താ പറ്റിയത്, ഈയിടെ കണ്ണിന് എന്താ പറ്റിയത്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പക്ഷെ നല്ല രീതിയിലും നല്ല രീതിയിൽ ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് കേട്ടോ. കണ്ണ് കാണാൻ നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഒരു പ്രത്യേകതയുണ്ട്. അപ്പം മിക്കവർക്കും എന്താ ഈ പ്രത്യേകത എന്ന് ഇതുവരെയും മിക്കവർക്കും മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷെ ആ പ്രത്യേകത എനിക്കറിയാലോ, എൻ്റെ കണ്ണ് എന്താ പ്രത്യേകത ഉള്ളത് എന്നും എനിക്കറിയാം. അപ്പം നിങ്ങൾക്ക് കാണുന്നവർക്കും കുറേ മനസ്സിലിട്ടുണ്ടാവും. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് എന്നെ അറിയുന്നുള്ളവർക്ക് അറിയാം കേട്ടോ. അപ്പം നിങ്ങനെ കാണുമ്പോൾ അറിയാമോ എന്ന് അറിയത്തില്ല. ഇതാണ് കേട്ടോ എൻ്റെ കണ്ണ്. എൻ്റെ ഈ റൈറ്റ് ഐ എന്തായാലും എൻ്റെ ഈ കണ്ണിനെക്കാട്ടും വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് നോർമൽ ഐ അല്ല എൻ്റെത് വരുമ്പോഴത്തേക്ക് നോർമൽ കണ്ണല്ല. എനിക്കിങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ, ഇങ്ങനെ ഇരിക്കും. അതായത് എൻ്റെ ഐബോളിനും കണ്ണിനും വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എന്ത് പറ്റി കണ്ണിന് എന്നൊക്കെ, കുട്ടിക്കാലം മുതലൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ എന്ന് പറയുന്നത്. ഒരുപാട് പേർക്കുള്ള സംശയങ്ങൾ ഒന്ന് തീർക്കാൻ ചോദിച്ചുമ്പോൾ നമ്മളല്ലാണ്ട് മെസ്സേജ് ചെയ്യുന്നതിനെക്കാട്ടിലും കമൻറ്റ് ചെയ്ത് പറയുന്നതിനെക്കാട്ടിലും ഒരു വീഡിയോ ആയിട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതിന് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. അവർ വിശദമായിട്ടൊന്ന് കേൾക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ഈ കണ്ണെന്ന് പറയുമ്പോഴത്തേക്ക് മുന്നേ ഇങ്ങനെ അല്ലായിരുന്നു കേട്ടോ. എന്ന് പറഞ്ഞാൽ എനിക്ക് ജന്മന എന്നെ അമ്മ പ്രസവിച്ച സമയത്തെ ജന്മന എൻ്റെ കണ്ണിങ്ങനെയാണ്, ഇങ്ങനെയൊന്നും അല്ല. അതായത് ഇത് നോർമലായി സാധാരണ കണ്ണ്. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നല്ല ചെറിയ കണ്ണായിരുന്നു കേട്ടോ, നല്ല രീതിയിൽ ചെറിയ കണ്ണായിരുന്നു. എൻ്റെ കുഞ്ഞിലത്തെ ഫോട്ടോസ് എൻ്റെ കയ്യിൽ കാണുമെന്ന് അറിയത്തില്ല, എന്നാൽ ഏകദേശമുള്ള ഒരു കണ്ണിൻ്റെ ആ ഒരു പിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ കൊടുത്തേക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും നല്ല രീതിയിൽ ചെറിയൊരു കണ്ണായിരുന്നു ഈ കണ്ണെന്ന് പറയുമ്പോഴത്തേക്കും. ഏകദേശം ഒരു പ്ലസ് ടു പഠിച്ചത് വരെ നല്ല രീതിയിൽ ചെറിയ കണ്ണുമായിരുന്നു. അത് കാരണം ഞാൻ നേരിട്ടിട്ടുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുണ്ട് കേട്ടോ. ഞാൻ വിഷമിച്ച് കരഞ്ഞ് വല്ലാത്തൊരു മടുപ്പ് തോന്നി ഒരുപാട് കാര്യങ്ങളിലൂടെയിട്ട് ഞാൻ ഇങ്ങനെ കടന്നു പോയിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ തന്നെ കേട്ടോ. എന്തിന് എന്ന് വരെ തോന്നിപ്പോയിട്ടുള്ള നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു കണ്ണ് കാരണം കേട്ടോ. ഒരുപാട് നാണം കെട്ടിയിട്ടുണ്ട്, ഒരുപാട് പേര് നാണം കെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ അല്ല കേട്ടോ, ഇങ്ങനെയല്ല. ഒരു ചെറിയ നല്ല ചെറിയ കണ്ണായിരുന്നുണ്ട്. എനിക്കിങ്ങനെ ഉണ്ടായിരുന്നത് ഈ ഒരു ഇതാണ് കേട്ടോ. എൻ്റെ കണ്ണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇപ്പോഴും എൻ്റെ കണ്ണിന് ഇതിനേക്കാൾ നല്ല ഫ്ലെക്സിബിൾ ആണ് കേട്ടോ. ഇപ്പോൾ എനിക്ക് ഇവിടെ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് എല്ലാവരും മേലൊക്കെ നോക്കി സെൽഫിയൊക്കെ എടുക്കുമ്പോഴത്തേക്ക് എൻ്റെ കണ്ണ് രണ്ട് രീതിയിൽ പോവും. എനിക്കിങ്ങനെ തുറക്കുമ്പോഴത്തേക്ക് എൻ്റെ വായും ഓട്ടോമാറ്റിക്കലി തുറന്നു വരും. ഈ കണ്ണ് ഓപ്പൺ ആക്കണമെങ്കിൽ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് കേട്ടോ. ഞാനിങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇങ്ങനെ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ സ്കൂൾ ടൈമിൽ അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് വരെ സാറുമാരിൽ നിന്നും കുട്ടികളിൽ നിന്നും വരെ ഒരുപാട് നെഗറ്റീവ് കണ്ണിൻ്റെ പേരും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് അടി കിട്ടിയിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ഇരുന്നിട്ട് വായിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് സാറ് പഠിപ്പിക്കുമ്പോഴത്തേക്ക് എനിക്കിങ്ങനെ ബുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ഈ രണ്ട് കണ്ണും പൊതുവെ ഈ കണ്ണിങ്ങനെ മൊത്തത്തിൽ അടഞ്ഞ ഫീലിംഗ് ആണ് തോന്നിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ സാധാരണ എല്ലാവരും ഇങ്ങനെ നോക്കുമ്പോൾ എനിക്കിങ്ങനെ പറ്റത്തുള്ളൂ, എൻ്റെ കണ്ണിങ്ങനെ വയ്ക്കാനേ പറ്റത്തുള്ളൂ. അപ്പോൾ സാറ് നോക്കുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ കുഞ്ഞിരുന്ന് ഉറങ്ങുന്നു, ഇങ്ങനെ നോക്കിയിട്ട് ഉറങ്ങുന്നു. അപ്പോൾ ഞാനിങ്ങനെ എന്നെ പിടിച്ച് നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പറയും, സാർ ഞാൻ ഉറങ്ങുന്നതല്ല, ഞാൻ വായിക്കുന്നതാണെന്ന് പറഞ്ഞാലും എത്ര അടി എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അറിയുമ്പോൾ അവർ അവിടെ നോക്കുമ്പോൾ അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഞാനിങ്ങനെ എന്നാലും എഴുന്നേറ്റ് സാറിൻ്റെ കണ്ണിങ്ങനെയാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എൻ്റെ അവസ്ഥ കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കണ്ണിങ്ങനെയാണ് സാർ, ഞാൻ ഉറങ്ങുന്നതല്ല എന്ന് പറഞ്ഞിട്ടും കൂടെ നല്ല അടി എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് പേരുകളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഈ കണ്ണിനെ വെച്ചിട്ട് തന്നെ ഒരുപാട് പേരുകളൊക്കെ ഇങ്ങനെ നമ്മളെ ചെല്ലപ്പേരൊക്കെ പറയില്ല, ആ കണ്ണി ഈ കണ്ണി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേരുകൾ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ തന്നെ ഒരുപാട് കേട്ടോ, ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ എനിക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടായിട്ടുണ്ട്. ഇങ്ങനെ പുറത്തോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും ആൾക്കാരുടെ മുന്നിലൊക്കെ പോകുമ്പോഴത്തേക്കും 100 പേരുണ്ടെങ്കിൽ ഇപ്പോൾ ഏകദേശം ഒരു 80 പേരെങ്കിലും ചോദിക്കും കേട്ടോ, കണ്ണെന്ത് പറ്റി. അപ്പോൾ ഞാൻ കല്യാണങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുമ്പോഴത്തേക്കും എനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നു. ആൾക്കാരുടെ മുന്നിൽ ഇങ്ങനെ എല്ലാവരോടും പറയണം. അമ്മയൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, എന്ത് പറ്റിയത് അമ്മ അങ്ങനെ പറയുമ്പോഴത്തേക്കും പിന്നെ അറിയുന്നുള്ളവരും ചോദിക്കല്ലോ കേട്ടോ. അറിയാത്തവരങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണെന്ത് പറ്റി, സുഖമില്ലേ, കണ്ണെന്തെങ്കിലും കടിച്ചോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും കേട്ടോ. കാരണം നല്ല രീതിയിൽ ഇതായിരുന്നു. അപ്പം
ഒരുപാട് പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് പിന്നെ എൻ്റെ ഏക ഒരു ആശ്വാസം എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ അച്ഛൻ ഇങ്ങനെ പറയുന്നത് നമ്മൾ ഭാഗ്യമുള്ള മോളാണ്, എൻ്റെ മോളുടെ കണ്ണ് ഭാഗ്യമുള്ള മോളാണ്, എന്നെ കണ്ടിട്ടാണ് അച്ഛൻ നല്ല രീതിയിലായത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരാശ്വാസം കേട്ടോ. അങ്ങനെ അച്ഛനും അമ്മയൊക്കെയാണ് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അത് വീട്ടിലാണെങ്കിൽ അവരുടെ ഒന്നും കുഴപ്പമൊന്നുമില്ല. അച്ഛൻ ഭയങ്കര ഇതായിരുന്നു കേട്ടോ. കണ്ണിൻ്റെ പറയുമ്പോഴത്തേക്ക് ആരാ കൊച്ചിൻ്റെ കണ്ണ് അങ്ങനെ പറഞ്ഞേ ഇങ്ങനെ പറഞ്ഞതൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറേയൊക്കെ ആ രീതിയിൽ അങ്ങ് എടുത്ത് കുറേയൊക്കെ പിന്നെ നമ്മൾ ആ ഒരു പ്രായമല്ല, പ്രായത്തിൻ്റെ അതിൽ നമുക്കങ്ങനെ ഈ സമയത്ത് കളയുന്നത് പോലെ നമുക്ക് ആ സമയത്ത് അങ്ങനെ കളയാനോ അങ്ങനെയൊന്നും പറ്റത്തില്ലല്ലോ. ആ ഒരു ചെറിയ പ്രായമല്ലേ. അങ്ങനെ പിന്നെ ഹോസ്പിറ്റലൊക്കെ കാണിച്ചു കേട്ടോ. ഒരുപാട് ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോഴത്തേക്ക് കുറേ പേര് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇത് ചെന്ന് ചെയ്യാൻ പറ്റത്തില്ല, പിന്നെ കണ്ണ് മേലോട്ടാക്കുമോ മേലോട്ട് വരും എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോഴത്തേക്ക് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ലാസ്റ്റ് പോയത് അമ്മ കൊണ്ടുപോയത് ഞാൻ +2 പഠിച്ച സമയത്ത് നമ്മുടെ ട്രിവാൻഡ്രം കേശവദാസപുരം അവിടെയുള്ള ചൈതന്യ ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, ഐ ഹോസ്പിറ്റലിൽ, അവിടെ ഒരു ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ ജയകുമാർ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു ഡോക്ടറിൻ്റെ പേര്. അങ്ങനെ ഡോക്ടറിനെ കണ്ടു. അപ്പോൾ ഇങ്ങനെ ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ കണ്ണിനെ പറ്റിയത് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടുത്തെ സ്കിന്ന്, അതായത് നമുക്കിവിടെ നോർമൽ ഇതുണ്ടല്ലോ, ഇവിടുത്തെ സ്കിന്ന് ഇത് നോർമൽ കണ്ണ്, ഈ കണ്ണിന് വരുമ്പോഴത്തേക്ക് എക്സ്ട്രാ ചത എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ സ്കിന്ന് കൊണ്ടിട്ട് നമ്മുടെ കണ്ണിങ്ങനെ മൂടിയിട്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് എക്സ്ട്രാ ഉള്ള സ്കിന്നൊന്ന് വെട്ടി മാറ്റിയിട്ട് 2 കണ്ണും കൂടിയിട്ട് സ്റ്റിച്ച് ചെയ്ത് വെക്കാം എന്ന് പറഞ്ഞാൽ ഈ ബാക്കി എക്സ്ട്രാ വെട്ടി മാറ്റിയിട്ട് ഈ കണ്ണിങ്ങനെ മേലോട്ടാക്കി വെക്കാം എന്നുള്ളതിലാണ് കേട്ടോ. ഓപ്പറേഷൻ ചെയ്യാം എന്ന്. പക്ഷേ എനിക്ക് ഐബോളിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഐബോളിൽ നല്ല വ്യത്യാസമുണ്ട്, എന്നാലും കണ്ണ് കുറേയൊക്കെ മാറ്റം വരുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി +2 ആയപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ലൊരു ഓപ്പറേഷൻ ആയിരുന്നു. അതൊക്കെ ഓർക്കുമ്പോഴത്തേക്ക് കണ്ണിലൊക്കെ ഇങ്ങനെ ചുറ്റും ഇഞ്ചക്ഷനും അങ്ങനെയൊക്കെ വെച്ചിട്ട് കണ്ണാണ് കേട്ടോ ഇഞ്ചക്ഷൻ. ബാക്കി എനിക്ക് നല്ല ഓർമ്മ കാര്യങ്ങളൊക്കെ ഉണ്ട്, അവർ കട്ട് ചെയ്യുന്നതും ഒക്കെ എനിക്കറിയാം. അപ്പോൾ പിന്നെ അങ്ങനെ എനിക്ക് ഇവിടുത്തെ കുറേ സ്കിൻ അവർ വെട്ടി മാറ്റിയിട്ട് ബാക്കി സ്കിൻ ഇങ്ങനെ മേലോട്ടാക്കിയിട്ട് ഇങ്ങനെ വെച്ചു കേട്ടോ. ഈ ഏകദേശം ഈ ഒരു കണ്ണിൻ്റെ ആ ഒരു കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ ഇങ്ങനെ മൂടിയിരുന്നതിന് അവർ വെട്ടി ഇങ്ങനെ അതിനെയൊക്കെ കട്ട് ചെയ്തു. ഏകദേശം എൻ്റെ അടുത്ത് ആക്കി. പിന്നെ കുറച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനെ ആക്കി കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഏകദേശം ഒരു +2 പഠിച്ച സമയത്ത് ഓപ്പറേഷൻ കഴിഞ്ഞു. പിന്നെ ആയപ്പോഴത്തേക്ക് കുറേ മാറ്റങ്ങൾ വരാൻ തുടങ്ങി കേട്ടോ കണ്ണിന്. എന്ന് പറഞ്ഞാലും ഏകദേശം, എന്നാലും ഇപ്പോഴും അറിയാം, എന്നാലും മുന്നത്തെക്കാട്ടിലും നല്ല രീതിയിൽ മാറ്റങ്ങൾ കാണാൻ തുടങ്ങി. പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് അറിയത്തില്ല. ചില ഫോട്ടോസ് കാണുമ്പോഴത്തേക്ക് പിന്നെ അനുസരിച്ചുള്ള ഫോട്ടോസ് ഇവിടെ ഉണ്ടെങ്കിൽ കൊടുക്കാം കേട്ടോ. അങ്ങനെ ഫോട്ടോസൊക്കെ കാണുമ്പോഴത്തേക്ക് അറിയാം. പിന്നെ ഏകദേശം പേർക്കൊക്കെ കണ്ണിൻ്റെ കാര്യങ്ങൾ അങ്ങനെ ഞാൻ പുറത്ത് പോയാൽ പെട്ടെന്ന് ആരോഗ്യമൊക്കെ ചെയ്തില്ല കേട്ടോ ആ സമയത്ത്. പിന്നെ കുറച്ച് ഇങ്ങനെ ആയി വന്നപ്പോൾ ഞാൻ എക്സസൈസ് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ നല്ല രീതിയിൽ ചെയ്തു. പിന്നെ ആയപ്പോഴത്തേക്ക് ചെയ്യാനുള്ള മടി കേട്ടോ. കുറേ എക്സസൈസ് കണ്ണിനിങ്ങനെ മേലോട്ടാവാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ള മടി കാരണം ഞാൻ കുറേയൊക്കെ ചെയ്തില്ല. എന്നാലും കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ +2 ഡിഗ്രി ആയപ്പോഴത്തേക്ക് പിന്നെ ഈ ചെക്കന്മാർ പോലും തിരിഞ്ഞു നോക്കത്തില്ലെന്ന്, എൻ്റെ ഈ കണ്ണൊക്കെ ഇങ്ങനെ ഇരുന്ന് ചെക്കന്മാരാണ് തിരിഞ്ഞു നോക്കുന്നത്. അങ്ങനെ കുറേയൊക്കെ കാര്യങ്ങൾ കേട്ടോ. എന്നെ ആരും നോക്കുന്നില്ല എന്നൊക്കെ ഞാൻ അങ്ങനെ വീട്ടിൽ വന്നിട്ട് അമ്മയുടെ ഇങ്ങനെ പറയുമായിരുന്നു. എന്നെ ആരും നോക്കുന്നില്ല, എന്നെ ഈ കണ്ണിങ്ങനെ ആയിരുന്നിട്ടാവും. സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴത്തെ ഓരോ കൂട്ടുകാരികൾ അവരുമായിട്ടൊക്കെ അങ്ങനെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എന്നെ മാത്രം ആരും നോക്കുന്നില്ല, എൻ്റെ അടുത്ത് ആരും മിണ്ടുന്നില്ല, അങ്ങനെയൊക്കെ കേട്ടോ. ഞാൻ പിന്നെ വിചാരിക്കും എൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ ആയിട്ടാവും ആർക്കും അങ്ങനെ എന്ത് മിണ്ടാനോ അങ്ങനെ തോന്നാത്തത് എന്നുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഡിഗ്രി കഴിഞ്ഞപ്പോഴത്തേക്ക് ഹസ്ബൻഡിനെ കണ്ടത്. അപ്പോൾ ആൾക്ക് ഈ നിമിഷം വരെ എൻ്റെ കണ്ണിൻ്റെ കാര്യം പറഞ്ഞിട്ട് എന്നെ ഇതുവരെ അങ്ങനെ ഒന്ന് ചോദിച്ചിട്ട് പോലുമില്ല കേട്ടോ. എന്നെ ഫസ്റ്റ് കണ്ടപ്പോൾ അതെ ഇപ്പോഴും കണ്ണിൻ്റെ കാര്യം അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ ചോദിച്ചിട്ടോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ ഇരുന്ന് കിട്ടിയതാണ് കേട്ടോ ഇദ്ദേഹത്തെ. ആൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ അങ്ങനെ എൻ്റെ കണ്ണ് അങ്ങനെ ആയതിട്ടുണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട്. ഇന്നും കൂടെ എനിക്കൊരു ഇൻസ്റ്റയിൽ ഒരു മെസ്സേജ് വന്നുള്ളൂ, കണ്ണിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പം ഞാനിത് നേരെ ഈ വീഡിയോ എടുത്ത് നേരെ അവർക്ക് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കും, അവർക്ക് മനസ്സിലാവുമല്ലോ അപ്പോഴത്തേക്ക്. അങ്ങനെ എന്നാലും അതാണ് കേട്ടോ എൻ്റെ കണ്ണിന് പറ്റിയത്, എൻ്റെ കണ്ണിൻ്റെ പ്രത്യേകത. നിങ്ങൾ പറയുന്ന എൻ്റെ കണ്ണിൻ്റെ പ്രത്യേകത ഇതാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഐബോളിന് വ്യത്യാസമുണ്ട്. ചില സമയത്ത് കണ്ണിൻ്റെ സൈസിനും വ്യത്യാസം ചില ഫോട്ടോസിൽ കാണുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും. സൈസിന് നല്ല വ്യത്യാസം തോന്നിക്കാറുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെയായിരുന്നു എൻ്റെ കണ്ണിലും. ഒരുപാട് കഥകൾ പറയാനുണ്ടെങ്കിൽ ഇഷ്ടംപോലെ കഥകളുണ്ട്. ഞാനെല്ലാം കൂടിയിട്ട് ചുരുക്കി ഒരു രൂപയാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളൊക്കെ മാറിയിട്ടുണ്ട് എന്ന് വിചാരിക്കണം കേട്ടോ. എൻ്റെ കണ്ണിൻ്റെ തോന്നുന്നുണ്ടായ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് മാറിയിട്ടുണ്ടോ എന്ന് വിചാരിക്കണു. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോ. വരെ
ജസ്റ്റ് ഒരു സംശയം രൂപേണ അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ, എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കണോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നാളെ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.